ഈ ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്തിട്ട് ഈ ചേച്ചിക്ക് ഒരു മടുപ്പൊന്നുമില്ലേ എന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം രാവിലെ ഈ ലഞ്ച് ബോക്സ് ഒക്കെ ചെയ്യുന്നത് നല്ല രസമല്ലേ. അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് വേറെ ഒരു സ്പെഷ്യലും ഇല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് പൊരിച്ചത് മുട്ട പൊരിച്ചതൊക്കെയാണ് മക്കൾക്ക് രണ്ടാൾക്ക് ആക്കിയിരിക്കുന്നത്. ഇതേ അവർ വേഗം ഒരു 7-7:15 വണ്ടി വരും. 2 പേരിനെയും കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീട്ടിൽ വന്നാലാണ് ബാക്കി അംഗം. കാരണം ഈ 7 മണിയാകുമ്പോഴേക്കും എല്ലാം വലിച്ച് വാരിയിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. അടുക്കള കാണാൻ പറ്റില്ലേ. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ആദ്യം ക്ലീൻ ചെയ്ത് വെക്കട്ടെ. സ്കൂൾ തുറക്കുമ്പോൾ ആദ്യത്തെ ഒരു മടിയായിട്ട് ഉണ്ടാവുള്ളൂ കുറച്ച് നേരത്തെ എണീക്കാൻ. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെറ്റ് ആയിക്കോളൂ അല്ലേ. ഞായറാഴ്ച ഒന്ന് കിടക്കാന്ന് വിചാരിച്ചാൽ ഈ ഒരു 5 മണിയാകുമ്പോഴേക്കും ഉരുണ്ട് പുരണ്ട് എങ്ങനെയെങ്കിലൊക്കെ എണീറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് രാവിലത്തെ ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ തുടങ്ങിയത്. അടുക്കളയൊക്കെ ഒന്ന് വലിച്ചു വാരിയിട്ടതൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ അതേ സോഫ അവിടേക്ക് ഒന്ന് കുടയട്ടെ. കാരണം പിള്ളേർ ഈ ഫുഡും സ്നാക്സും എല്ലാം ഇവിടെ ഇട്ടാ കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇറുമ്പ് പിടിക്കും ഈ സോഫയിലൊക്കെ. പാല് വരാൻ ഒരു 8 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഒരു 8-8:15 ആവും നമ്മൾ രാവിലത്തെ ചായ കുടിക്കാനായിട്ട്. മക്കൾക്ക് മാത്രം കുഞ്ഞാറ്റ് ചായ കുടിക്കാറില്ല കേട്ടോ. മണിക്കുട്ടൻ മാത്രമാണ് ചായ കുടിക്കുക. അപ്പോൾ അവന് കുറച്ച് പാല് എപ്പോഴും വൈകുന്നേരം എടുത്ത് വെക്കും കേട്ടോ. പിന്നെ അതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ കുടഞ്ഞ് വിരിച്ചു കേട്ടോ. അതൊക്കെ രാവിലത്തെ ഒരു ചെറിയ ചെറിയ പണികളാണ്. പിന്നെ ഇത് ഞാനും അമ്മയും കൂടെ എന്നും ഇതേ 10-15 മിനിറ്റ് നമ്മുടെ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ ചായ കുടിക്കാനിരിക്കും കേട്ടോ. പിന്നെ ഇതേ അവിടെ കണ്ടില്ലേ നമ്മുടെ മെസ്സിൻ്റെ കൊടിയാണ് കേട്ടോ. പിള്ളേർ അവിടെ തൂക്കി വെച്ചതാണ്. എല്ലാവരും കൂടെ പിരിച്ചിട്ട് തൂക്കി വെച്ചാട്ടോ. കുഞ്ഞാറ്റി മണിക്കൂറിനും പറയുന്നുണ്ട് ഇനി വീട്ടിൻ്റെ മേലൊരു കൊടി തൂക്കണം അമ്മ എന്നൊക്കെ. പക്ഷെ ഞാനതൊന്നും സമ്മതിച്ചില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഞാൻ റൊണാൾഡോ ഫാനാണ് ഗൈസ്. നിങ്ങളാരുടെ ഫാനാണ്? പിന്നെ ഇതേ നമ്മളിത് അടിക്കലൊക്കെ കഴിഞ്ഞൊന്നും തുടയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ വൈകുന്നേരമാണ് തുടച്ചത്. അപ്പോൾ ഇന്ന് തുടയ്ക്കുന്നില്ല, വേഗം ഒന്ന് അടിച്ചു വിട്ടു. പിന്നെ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ സപ്താഹത്തിനാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ഒക്കെയാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ടും പോയി തൊഴണം എന്ന് വിചാരിച്ചത് വേഗം നേരത്തെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് അമ്പലത്തിൽ അന്നദാനം കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ രാവിലെ നല്ല തിരക്കായിരുന്നേ. അപ്പം ഞാൻ ഷോപ്പൊക്കെ പോയി തുറന്ന് വെച്ചിട്ട് ഉച്ച സമയത്ത് ഇവിടെ വന്ന അന്നദാനം കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീട് അത്രയുള്ളൂ. ടാ.